തിരുവചനത്തിലൂടെ ആഴമായ ദൈവസ്നേഹം പകർന്നുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന്റെ വിജയവീതിയിലൂടെ പോപ്പുലർ മിഷൻ ധ്യാനം താമരശ്ശേരി രൂപതയിൽ കണ്ണോത്ത് സെയിന്റ് മേരീസ് ഇടവകയും തെയ്യപ്പാറ സെയിന്റ് തോമസ് ഇടവകയും ചേർന്ന് ഒരു ദേശത്തിന്റെ മുഴുവൻ നവീകരണത്തിനായി ഒരുമിച്ച് കൂടിയ ദിനങ്ങൾ. രക്ഷകനായ യേശുവിന് ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുക്കുവിൻ എന്ന ആഹ്വാനത്തോടെ വ്യക്തികളുടെ മാനസാന്തരം, കുടുംബങ്ങളുടെ നവീകരണം, ഇടവകയുടെ സ്നേഹ കൂട്ടായ്മ എന്നിവ ലക്ഷ്യം വെച്ച് നടത്തപ്പെടുന്ന പോപ്പുലർ മിഷൻ ധ്യാനം ദിവ്യബലിയിലൂടെ, കൂദാശകളിലൂടെ, വിവാഹവ്രത നവീകരണ വാഗ്ദാനങ്ങളിലൂടെ, പരസ്പര സ്നേഹ കൂട്ടായ്മയിലൂടെ, വചന ശുശ്രൂഷയിലൂടെയുള്ള സ്നേഹദിനങ്ങൾ. താമരശ്ശേരി രൂപതയിലെ കണ്ണോത്ത് സെയിന്റ് മേരീസ് ദേവാലയവും തെയ്യപ്പാറ സെയിന്റ് തോമസ് ദേവാലയവും ചേർന്ന് 3 കേന്ദ്രങ്ങളിലായി ഒരു ദേശത്തെ ജനതയെ മുഴുവൻ ദൈവരാജ്യത്തിന്റെ മക്കളായി മാറ്റിയ ആത്മീയതയുടെ ആഘോഷ ദിനങ്ങൾ. പോപ്പുലർ മിഷൻ ധ്യാനം. എൻ്റെ പേര് ഫാദർ അഗസ്റ്റിൻ ആലുങ്കൽ. ഈ അവസരത്തിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഈ ഇടവകയുടെ ആത്മീക വളർച്ചയ്ക്ക് ഏറെ സഹായകമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഏറെ ആത്മീകമായി ഉണരുവാനായിട്ട്, വളരുവാനായിട്ട് ഇടവക സമൂഹത്തിന് പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏകദേശം 9ഓളം വൈദികർ ഈ ധ്യാനത്തിൽ ഇവിടെ സജീവമായി പങ്കുചേരുകയുണ്ടായി. അവരുടെ വചന ശുശ്രൂഷയും ആരാധന ശുശ്രൂഷയും മറ്റ് ആത്മീകമായ എല്ലാ ശുശ്രൂഷകളും ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉണർവിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ടീം അംഗങ്ങൾക്കും ഇടവകയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ ഇനിയും ഈ സമൂഹത്തിന് ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. കത്തോലിക്ക ആധ്യാത്മികത പഠിക്കുമ്പോൾ പഠിക്കുന്ന അടിസ്ഥാന തത്വമാണ്, അടിസ്ഥാന പാഠമാണ്. നമ്മളൊക്കെ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, ദൈവിക വഴികളിലൂടെ നീങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ തീരുമാനത്തിൽ ഞാനും മുന്നോട്ട് പോകുമ്പം തിന്മയുടെ ശക്തികൾ തടസ്സമായിട്ട് നിൽക്കാനും നമ്മെ വഴിതെറ്റിക്കാനും ആ തിന്മയുടെ ശക്തികളും കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് പ്രിയ മാതാപിതാക്കളെ, മക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സംരക്ഷണത്തിൻ്റെ കോട്ടയായി എന്നും തീരേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിന് സംരക്ഷണത്തിൻ്റെ ശക്തിയായി, കോട്ടയായി നമുക്കെന്നും തീരേണ്ടത്. ആ വലിയ ശക്തി ഇതറിഞ്ഞുകൊണ്ടല്ലേ ഈശോ ശിഷ്യരോട് പറഞ്ഞല്ലോ, മക്കളെ, നിങ്ങളെ അനാഥരായി ഞാൻ വിടില്ല. ഈശോ ഇത് പറയുക 3 കൊല്ലങ്ങൾ അവരെ ധ്യാനിപ്പിച്ചിട്ട് ആ ധ്യാനം അവസാനിക്കുന്ന നേരത്താണ്. നമ്മളിവിടെ 6 ദിവസങ്ങളെ ധ്യാനിച്ചുള്ളൂ. ഈശോ ശിഷ്യന്മാരെ ധ്യാനിപ്പിച്ചത് 3 കൊല്ലങ്ങളാണ്. 3 കൊല്ലങ്ങൾ. ഈ 3 കൊല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അവസാനിപ്പിച്ചു വരുമ്പം ഈശോ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളെ തനിച്ചു വിടില്ല ഈ ലോകത്തിലോട്ട്. കാരണം ഈ ലോകത്തിൻ്റെ ശക്തികൾ നിങ്ങളെ തോൽപ്പിക്കാൻ മാത്രം കരുത്തുള്ളതാണ്. ഈ ലോകത്തിൻ്റെ ശക്തികൾ, തിന്മയുടെ ശക്തികൾ. അനാഥരായി വിടില്ല നിങ്ങളെ. നിങ്ങൾക്ക് സഹായകനായി ഞാൻ എൻ്റെ ആത്മാവിനെ തരും. ആ പരിശുദ്ധാത്മാവെന്ന സഹായകനോട് ചേർന്ന് നിങ്ങൾ നടന്നാൽ ഈ ലോകത്തിൽ നിങ്ങൾ വീഴില്ല. തിന്മയുടെ ശക്തികൾ നിങ്ങളെ വഴിതെറ്റിക്കില്ല. അതേ സഹോദരങ്ങളെ, ആ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ ഒന്നുകൂടി നിറയാൻ
മാമോദിസായിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ നാം സ്വീകരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒന്നുകൂടി നമ്മിൽ ആളിക്കത്താൻ വേണ്ടി ഈ ആരാധനാ നേരത്ത് ദിവ്യകാരുണ്യേശ്വരയ്ക്ക് മുമ്പിൽ നാം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ 8-10ഓളം വൈദികർ ഈ അൾത്താരയിലുണ്ട്. ഞങ്ങൾ ഈ വൈദികർ ഞങ്ങളുടെ പൗരോഹിത്യ അധികാരത്തിൽ വിശുദ്ധ കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടിരുന്ന നേരം, നല്ല കുമ്പസാരം നടത്തിയ നേരം, നല്ല തീരുമാനമെടുത്ത നേരം, നിങ്ങളിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവ് വലിയ കൃപയായി, പുതിയ കൃപയായി, പുതിയ അഭിഷേകമായി നിങ്ങളിൽ നിറയാൻ, നിങ്ങൾ നടക്കുന്ന വഴികളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംരക്ഷണത്തിൻ്റെ കോട്ടയായിട്ട് നിൽക്കാൻ ഞങ്ങളിതാ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. ഒരു നിമിഷം കൈകൂപ്പാം. ദൈവമേ, നല്ല തീരുമാനങ്ങൾ എടുത്താണ് ഞങ്ങൾ ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഈ എടുക്കുന്ന തീരുമാനം, ഇന്നുള്ള ജീവിതത്തിൻ്റെ വിശുദ്ധി, ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്ന ആ സന്തോഷം, ഞങ്ങളുടെ 2 ഇടവകൾക്ക് കിട്ടുന്ന ഈ ആത്മീയ നിറവ്, ഉണർവ്, ഏതെല്ലാം തിന്മയുടെ ശക്തികൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വന്നാലും അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഈ ലോകത്തിൻ്റെ തിന്മയുടെ ശക്തികളോട് സന്ധിയില്ലാതെ പടപൊരുതാൻ വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ 2 ഇടവകൾക്ക് നിന്റെ ആത്മാവിൻ്റെ സംരക്ഷണത്തിൻ്റെ കോട്ട, ആ കോട്ട കെട്ടി ഞങ്ങളെ ചേർത്ത് പിടിക്കണേ. പ്രാർത്ഥനയോടെ നാം ഇതാ ആരാധന മണിക്കൂറിലോട്ട് കടക്കുന്നു. ശിരസ്സ് നമിച്ച് വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമിൽ ഹൃദയത്തിൻ ആനന്ദമേ. നമ്മോടുള്ള സ്നേഹത്താൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനായി ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന ഈശോയെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് നമുക്ക് നോക്കി പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ നിമിഷങ്ങളിൽ സങ്കീർത്തനം 34 വചനം ഓർമ്മപ്പെടുത്തുന്നു, അവനെ നോക്കിയവർ പ്രകാശിതരായി. ദൈവമേ, നിന്റെ നിത്യമായ പ്രകാശത്താൽ, പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. ചേർന്ന് പാടാം. കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യനേശ്വരാ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച തേജസ്സേറും നിൻ മുഖമിൽ ഹൃദയത്തിൻ ആനന്ദമേ. ആരാധ്യനേശ്വരാ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമിൽ ഹൃദയത്തിൻ ആനന്ദം. ആരാധന ഈശോയേ, ആരാധന ഈശോയേ, ആരാധന ഈശോയേ. പാടിക്കേ. ആരാധന ഈശോയേ, ആരാധന ഈശോയേ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും കണ്ണുകളോട്, വലതുകരം വലതു കണ്ണിൽ, ഇടതുകരം ഇടതു കണ്ണോട് ചേർത്ത് വെക്കുന്നു, കണ്ണുകളോട് ചേർത്ത് വെക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ
എൻ്റെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണമേ. നല്ലത് കാണുവാൻ, നന്മയായത് കാണുവാൻ എനിക്ക് നീ കൃപയരുളണമേ. ഈശോ ഇതാ അന്ധന്റെ കണ്ണുകളിൽ സ്പർശിച്ചു. അവനോട് ചോദിച്ചു, നീ എന്തു കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷേ അവ മരങ്ങളെ പോലെ ഇരിക്കുന്നു. അവ്യക്തമായ കാഴ്ചകൾ. ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ എൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. നല്ലത് കാണുവാൻ, നന്മയായത് കാണുവാൻ, മുൻവിധികളില്ലാതെ, തെറ്റായ കാഴ്ചപ്പാടുകളില്ലാതെ നല്ലത് കാണുവാൻ എനിക്ക് നീ കൃപയരുളണമേ. വെളിപാട് പുസ്തകം ഓർമ്മപ്പെടുത്തുന്ന നാഥാ, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ജന നീ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ കണ്ണുകൾക്ക് നീ വെളിച്ചം നൽകണമേ. ചേർന്ന് പാടട്ടെ. വെൺപ്രാവെന്നതുപോൽ, വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. കണ്ണുകളെ കുരിശ് വരച്ച് വിശദീകരിക്കുന്നു. ഇരുകരങ്ങളും കാതുകളോട്, വലതുകരം വലതു കാതിൽ, ഇടതുകരം ഇടതു കാതിൽ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധാത്മാവേ, നന്മയായത് കേൾക്കുവാൻ എൻ്റെ കാതുകളെ വിശദീകരിക്കണമേ. മോശം പറയുന്ന, തെറ്റ് പറയുന്നത് കേൾക്കുന്ന ശീലങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും എനിക്ക് മോചനം നൽകണമേ. അങ്ങയുടെ വചനം കേൾക്കുവാൻ, അങ്ങയുടെ വചനത്തിനായി കാതോർക്കുവാൻ, നന്മ പറയുന്നത് കേൾക്കുവാൻ എൻ്റെ കാതുകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ആഗ്രഹത്തോടെ വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. കാതുകളിൽ ഒന്ന് കുരിശടയാളം വരയ്ക്കുന്നു. ഇരുകരങ്ങളും ചുണ്ടുകളോടൊന്ന് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച്, പരിശുദ്ധാത്മാവേ, എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അങ്ങയുടെ ദിവികാരുണ്യ സാന്നിധ്യത്തിൽ ഞങ്ങളിതാ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഏറ്റവും വീഴ്ച സംഭവിക്കുന്ന ഒരു മേഖല എൻ്റെ നാവിൻ്റെ ദുരുപയോഗമാണ്. പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെട്ടു പോകുന്നു, കോപിക്കുന്നു. ഞാൻ എന്താണ് പറയുന്നതെന്ന് പോലും ചിലപ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ല. നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോഴും തിന്മയായത് ഞാൻ പറഞ്ഞു പോകുന്നു. മോശം പറയുന്ന, മറ്റുള്ളവരെ കളിയാക്കുന്ന, കുറ്റപ്പെടുത്തുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്നും എൻ്റെ അധരത്തെ പരിശുദ്ധാത്മാവെ നീ വിശുദ്ധീകരിക്കണമേ. പ്രവാചകൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാ, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനാ. സെറാഫുകളിലൊന്ന് തീക്കനൽ കൊണ്ട് എന്നെ നാവിനെ സ്പർശിച്ചപ്പോൾ നാവ് വിശുദ്ധീകരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സ്വരമായി ഇസ്രായേൽ സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ. ആത്മസംയമനത്തോടെ സൗമ്യതയോടെ സംസാരിക്കുവാൻ എൻ്റെ നാവിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവേ നീ ഏറ്റെടുക്കണമേ. പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ദേഷ്യപ്പെടുന്ന, കോപിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മോചനം തരണമേ. പ്രാവെന്നതുപോൽ പരിശുദ്ധാത്മാവേ, വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. കണ്ണുകളിലൊന്ന് കുരിശ് വരച്ച് വിശുദ്ധീകരിച്ച് ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കുരിശാകൃതിയിൽ വയ്ക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എൻ്റെ ശരീരം. ദൈവത്തിൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന ഇടമാണ് എൻ്റെ ശരീരം. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നന്മ നീ പകർന്നു നൽകണമേ. എൻ്റെ ശരീരം
ജഡിക പാപങ്ങളിലേക്ക് വീണുപോകുന്ന അവസ്ഥകളിൽ നിന്നും മോചനം തരണമേ. ദുശീലങ്ങളിൽ നിന്നും തെറ്റായ അടിമത്ത ബന്ധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം നൽകണം. എൻ്റെ ശരീരത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം പരിശുദ്ധാത്മാവേ നീ ഏറ്റെടുക്കണമേ. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങളും അത് യാചനാരൂപത്തിൽ പിടിച്ച് ദിവികാരുണീശോയിലേക്ക് നോക്കിക്കേ. നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അത് പാലിക്കുവാൻ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ. എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്ബോധിപ്പിക്കും, പ്രചോദിപ്പിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവാൻ ശക്തിപ്പെടുത്തണമേ. പാപവാസനകളെ, തിന്മയുടെ ബന്ധനങ്ങളെ, ദുശീലങ്ങളെ, അടിമത്തങ്ങളെ എടുത്തു മാറ്റണമേ. ഭയം, പേടി, ആകുലത, ഉത്കണ്ഠ, നിരാശ, ആത്മഹത്യ ചിന്തകള്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല, നെഗറ്റീവ് ചിന്തകള്, അപകർഷതാബോധം എടുത്തു മാറ്റി ധൈര്യം നൽകണമേ, ശക്തി നൽകണമേ, വിശുദ്ധി നൽകണമേ, പ്രത്യാശ നൽകണമേ, പുതുജീവൻ നൽകി അനുഗ്രഹിക്കണമേ. വിളിച്ചു പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോൽ മാറ്റി വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പ്രിയമുള്ളവരെ, വലിയ കൈവെപ്പ് പ്രാർത്ഥനയുടെ നിമിഷങ്ങളാ. വൈദികരിതാൽ താരയിൽ നിന്ന് വിരിച്ച കരങ്ങൾ നീട്ടി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാ. പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയിലേക്ക് എഴുന്നള്ളി വരണമേ, വിശുദ്ധീകരിക്കണമേ, എല്ലാ കൃപകളാൽ, വരങ്ങളാൽ, ദാനങ്ങളാൽ നിറയ്ക്കണമേ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപയുടെ നിറവിൽ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുവാനും ദൈവസ്നേഹത്തിന്റെ നിറവിൽ എന്നും ജീവിക്കുവാനും എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പാലിക്കുവാനും എല്ലാ ദിവസവും വീട്ടിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ബലിപീഠം കേന്ദ്രീകൃതമായി ജീവിതം നയിക്കുവാനും പരിശുദ്ധാത്മാവേ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവരും ഇതാ കൂട്ടായ്മയിൽ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ നിറയണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വൈദികരിതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്ലൈഹിക പാരമ്പര്യം അനുസരിച്ച് കൈവന്ന ശുശ്രൂഷയിലൂടെ ലഭിച്ച എല്ലാവിധ കൃപകളാലെ നിറയപ്പെടട്ടെ. മാമോദീസായിലൂടെ, സൈനിലേപനത്തിലൂടെ, ഉദാശകളുടെ സ്വീകരണത്തിലൂടെ, കുമ്പസാരത്തിലൂടെ, അനുദിന പ്രാർത്ഥനകളിലൂടെ ലഭിച്ച ആത്മാവിന്റെ ചൈതന്യത്തെ ദൈവമേ ഉജ്ജ്വലിപ്പിക്കണമേ. ദിവികാരുണ്യത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകട്ടെ. വലിയ പാടി പ്രാർത്ഥിച്ചേ. ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ ഈ സഹോദരന്റെ മേൽ, ഈ സഹോദരിയുടെ മേൽ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ആ വ്യക്തിയുടെ നെറ്റിയിൽ ഒന്ന് കുരിശു വരച്ച് ആശീർവദിച്ച് അൽത്താരയിലേക്ക് തിരിയുകയാണ്. ഈ അൽത്താരയിൽ നിന്ന് ഈ മണിക്കൂറുകളിൽ, ഈ സമയങ്ങളിൽ നമ്മളെ അനുഗ്രഹിച്ച ദിവികാരുണ്യ ഈശോയിതാ ഈ അൽത്താര വിട്ട് നമ്മുടെ പക്കലേക്ക്, നമ്മുടെ അടുക്കലേക്ക് എഴുന്നള്ളി വരികയാണ്. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ വീശി, കരങ്ങൾ വീശി. ഹല്ലേലൂയ ഗീതം പാടി കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം,
ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ടു ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. പരിശുദ്ധ പരമമാ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമേ ശിരസ് നമിച്ച് എന്നും എന്നും അങ്ങേക്കാരാധന ചേർന്ന് പാടിക്കൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. എല്ലാവരും ഒരിക്കൽ കൂടി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. എന്നും എന്നും അങ്ങേക്കാരാധന. എന്നും എന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് സാനിയ. ഞാൻ സെൻറ് മേരീസ് കണ്ണോത്ത് ഇടവക അംഗമാണ്. ഇവിടെയുള്ള യുവജനങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇടവകയിൽ നടന്ന 5 ദിവസത്തെ പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ധ്യാനമായിരുന്നു. കുമ്പസാരത്തെ പറ്റിയും വിശുദ്ധ കുർബാനയെ പറ്റിയും എല്ലാം നല്ലോണം മനസ്സിലാക്കാനും അറിയുവാനും സാധിച്ചു. ഈ ധ്യാനം നടത്തിയ എല്ലാ വൈദികർക്കും ഞങ്ങളോട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ആൽവിൻ. ഞാൻ കണ്ണോത്ത് ഇടവകയിലെ ഒരു അംഗമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം വളരെ അഭിഷേകം നിറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് കുമ്പസാരത്തിനെക്കുറിച്ചും കുർബാനയെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഈ മരിയൻ സെൻറ്ററിൽ പ്രധാനമായും വന്നത് ജോർജ് അച്ഛനും വർഗീസ് അച്ഛനുമാണ്. ഇവിടെ ധ്യാനം നടത്തിയ എല്ലാ വൈദികർക്കും ഞങ്ങളുടെ പ്രത്യേകം നന്ദി അർപ്പിക്കും.